ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സ് സോൺ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു AC നിർമ്മിക്കാമെന്നതാണ്. സിമ്പിളായിട്ട് ഒരു AC എങ്ങനെ നിർമ്മിക്കാമെന്ന വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ ഇതിനായി നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ ഒരു ബക്കറ്റ് വേണം, പിന്നെ ഒരു എക്സോസ്റ്റ് ഫാന്, പിന്നെ 2 PVC പൈപ്പ് വേണം, ഇതൊരു 10 സെൻറ്റിമീറ്ററിൽ മുറിക്കണം, 2 വേണം, പിന്നെ ഒരു MCയിൽ ഒരു ഇൻസുലേഷൻ ടാപ്പ്. ആദ്യം ഈ 2 PVC പൈപ്പ് ഈ ബക്കറ്റിൻ്റെ ഇവിടെയായി ഘടിപ്പിക്കേണ്ടതാണ്. ഇത് 2 ഹോളുകൾ നിർമ്മിക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനാൽ നിങ്ങൾ ഒന്നിക്കൽ ഏതെങ്കിലും ഇരുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കളെടുത്ത് ഉരുക്കി ചെയ്യാം, അല്ലെങ്കിൽ സോൾഡിങ് അയൺ എടുത്ത് ചെയ്യാം. ഇവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഈ ഹോള് കുറച്ച് വണ്ണത്തിലായാലും കുഴപ്പമില്ല, നമുക്ക് MCയിൽ വെച്ച് ശരിയാക്കാം. ഇതേപോലെ 2 പൈപ്പ് ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ MCയിൽ ഇട്ടിട്ട് അടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് MCയിൽ. ഇത് വെച്ചിട്ടാണ് ഈ ഹോളുകൾ അടക്കേണ്ടത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. അറിയില്ലാത്തവർക്ക് പിന്നെ ഇത് ഒരു നിശ്ചിത അനുപാതത്തിൽ 2 എണ്ണം ഉണ്ടാവും. 2 ഒരു നിശ്ചിത അനുപാതത്തിൽ എടുത്തിട്ട് മിക്സാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടത്. ഇതുപോലെ നമ്മൾ MCയിൽ ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒട്ടിക്കുമ്പോൾ എയർ ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാൻ. ഇതിലൂടെ എയർ പുറത്ത് തള്ളുന്നത് വഴിയാണ് ഇത് രണ്ടും. ഇത് ഒട്ടിച്ചിട്ട് ഇവിടെ ഹോളാങ്ങാട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ചത്ര എയർ നമുക്ക് കിട്ടില്ല, തണുപ്പ് നമുക്ക് കിട്ടില്ല. അടുത്തതായി വേണ്ടത് എക്സോസ്റ്റ് ഫാനും ബക്കറ്റിൻ്റെ മേലെ കൂടി നിങ്ങൾ താഴ്ത്തുകയാണ് വേണ്ടത്. അതിന് കണക്കായി ഈ ബക്കറ്റിൻ്റെ മൂടിയിൽ ഇത്രയും വലിയ ഹോൾ നിർമ്മിക്കണം. ഇതുപോലൊരു ബക്കറ്റിൻ്റെ മൂടിയിൽ ഇതുപോലൊരു ഹോളാണ് നിർമ്മിക്കേണ്ടത്. ഞങ്ങൾ ഓൾറെഡി ഒന്ന് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ദൈർഘ്യം കൂടും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മുറിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിക്കാത്തത്. ഇതേപോലെ ഇങ്ങനെ കടത്തിയിട്ടിട്ട് ബക്കറ്റിൻ്റെ മേലെ ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത്. AC പകുതി ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സോസ്റ്റ് ഫാൻ്റെ അകത്ത് ഇത്രയും മാത്രമേ നീളമുണ്ടാവൂ വയറിന്. ഞങ്ങൾ വേറെ വയർ ഉപയോഗിച്ച് നീളം കൂട്ടുകയോ നിങ്ങളെ അളവ് അനുസരിച്ച് എത്ര മീറ്റർ വേണ്ടിക്കുന്ന വയർ വാങ്ങാം. ഈ വയർ ഞങ്ങൾ വീഡിയോയിൽ മുമ്പ് കാണിക്കാൻ വിട്ടുപോയി. ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് ഒരു ട്യൂബിൻ ഉപയോഗിച്ച് പ്ലഗിൽ നേരിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല കാറ്റ് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഐസ് ഇടുകയാണ് വേണ്ടത്. ഐസ് ഇട്ടാൽ മാത്രമേ നമുക്കൊരു 1 ടൺ AC തണുപ്പ് ലഭിക്കുകയുള്ളൂ. ഇത് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാറ്റ് വരുന്നുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമാകാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചി എടുത്തിതാ നോക്കുമ്പോൾ ഒന്ന് അറിയുന്നത് കാണാതാ കാറ്റ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഐസ് വാട്ടറും പിന്നെ ഐസും കൂടി ഇട്ടിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഐസായിട്ടില്ല കുറച്ച് ഭാഗം, അതുകൊണ്ട് ഐസ് വെള്ളമാണ് ഉപയോഗിച്ചത്. നിങ്ങളിനി ഐസ് കട്ടയിട്ടാൽ അത്രയും തണുപ്പ് കൂടുതൽ കിട്ടും. നമുക്കിത് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലൂടെ നല്ല തണുപ്പാണ് കിട്ടുന്നത്. ചെറിയ റൂമിൽ 1 ടൺ AC വെച്ച പോലെ അത്ര തണുപ്പ് നമുക്ക് ലഭിക്കും. നേരത്തെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തതിനെക്കാട്ടും തണുപ്പ് ഇപ്പോഴുണ്ട്. ഇപ്പോൾ ശാസ്ത്രമേളയൊക്കെ വരുന്ന കാലത്ത് നിങ്ങൾക്ക് തീർച്ചയായും നിർമ്മിക്കാം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത് നിർമ്മിച്ച് ജില്ല വരെ പോയതാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് സംസ്ഥാനം വരെ വേണ്ടിക്കൽ പോകാം. ഇത് നിങ്ങൾക്ക് പറ്റിയ ശാസ്ത്രമേളയിൽ പറ്റിയ ഒരു വർക്കിംഗ് മോഡലിൽ ഒരു പറ്റിയ ഐറ്റമാണ് ഇത് AC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സൈനിങ് ഔട്ട്, സിദ്ധാർത്ഥ്, ക്യാമറമാൻ അക്ഷയോടൊപ്പം.